ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് ട്രാവൽ പ്രോഡക്ട്സ് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ഓരോ ദിവസം കൂടുന്തോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഒഴിവ് സമയം കണ്ടെത്തി എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സോളോ ട്രാവലേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ലേഡീസെന്നും ജെൻസെന്നൊന്നുമില്ല. ലേഡീസ് സോളോ ട്രാവൽ ചെയ്യുന്നുണ്ട്, ജെൻസും ഉണ്ട്, എല്ലാവരും സോളോ ട്രാവൽ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ പല കൺട്രീസിൽ എല്ലാവരും പോകുന്നുണ്ട്. പണ്ടൊക്കെ ആൾക്കാർ പോകാൻ മടിച്ചിരുന്നാലും ആരും പോകാത്ത രാജ്യങ്ങൾ വരെ ഇപ്പോൾ പലരും പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എല്ലാ കൺട്രീസും നമ്മൾക്ക് സേഫ്റ്റി ഉണ്ട് നമുക്ക് വരാനായിട്ട് സാധിക്കില്ല. ചില രാജ്യങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ സേഫ്റ്റി ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ എസ്പെഷ്യലി ലേഡീസ് നൈറ്റ് ടൈം ട്രാവലൊക്കെ ചെയ്യേണ്ട അവസരം വരാറുണ്ട്. അപ്പോൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കുറച്ച് സേഫ്റ്റി പ്രൊഡക്ട്സും അതുപോലെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയും ക്യാരി ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നൊരു സേഫ്റ്റി അലാമാണ്. അപ്പോൾ ഇതൊരു സേഫ്റ്റി അലാമാണിത്. ഇതിൻ്റെ ചെറിയൊരു ഇൻസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ലീഫ്ലെറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അടങ്ങിയ ഒരു ലീഫ്ലെറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ലീഫ്ലെറ്റും കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കീ ചെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. നമുക്ക് ഇത് പ്രസ് ചെയ്ത് നമുക്ക് നമുക്ക് നൈറ്റിലൊക്കെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പിന്ന്. ഈ പിന്ന് നമ്മൾ പുള്ള് ചെയ്യുക. നിങ്ങൾക്ക് എത്രയും സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല സൗണ്ടാണ്. കാതടിച്ചു പോകുന്ന തരത്തിലുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ 130 ഡെസിബിളാണ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. ഡെസിബിൾ എന്ന് പറഞ്ഞാൽ 130 ആണ്. ഇത് 1800 ഫീറ്റ് വരെ ഇതിൻ്റെ സൗണ്ട് കേൾക്കും. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു ഡിസ്റ്റൻസ് നിൽക്കുന്നവർക്ക് വരെ ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ സാധിക്കും. അത്രയ്ക്ക് സൗണ്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സൗണ്ട് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത്രയും സൗണ്ടാണ് ഇതിന്. ഇത് വളരെ അധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സേഫ്റ്റിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ലേഡീസിനാണ് എപ്പോഴും സേഫ്റ്റിക്ക് ഒരു പ്രശ്നം വരുന്നത്. ജെൻസിനും ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. ജെൻസിൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ട് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടായതുണ്ട്. പക്ഷെ കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് ഇവിടെ പോകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് നൈറ്റ് ടൈം ട്രാവൽ ചെയ്യേണ്ടത് അൺഅവോയ്ഡബിൾ ആയിട്ട് വരും. നമുക്കത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് ട്രാവൽ ചെയ്തേ പറ്റും. ചില സിറ്റുവേഷനിൽ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് വരും. അപ്പോൾ അത് മാത്രം നമ്മളിപ്പോൾ നടന്നൊക്കെ പോകുന്നെങ്കിൽ എവിടെയൊക്കെ രാത്രി ഒറ്റയ്ക്ക് നടക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുവാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു അത്ര പന്തിയെന്ന് തോന്നി ആരെങ്കിലും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്കൊരു പേടി വരുവാണ്, അല്ലെങ്കിൽ നമുക്കൊരു സേഫ് അല്ല നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ആരും ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിക്കത്തില്ല, ഇങ്ങനെ ഒരു സൗണ്ട് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ 1800 ഫീറ്റ് വരെ ഇത് കേൾക്കാൻ സാധിക്കും. തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ആ ഒട്ടും ഇത് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നല്ല സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ലേഡീസിന് എസ്പെഷ്യലി നൈറ്റ് ടൈമിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു ഡബിൾ ലോക്കാണ്, ഡോർ ലോക്കാണ്. പോർട്ടബിൾ ഡബിൾ ഡോർ ലോക്കാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്തും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കിത് ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഫുൾ ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് വരും. എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്തുണ്ട്. ഇതിൽ ഇംഗ്ലീഷും ഉണ്ട്, പിന്നെ വേറൊരു ലാംഗ്വേജും ഉണ്ട്. ഏത് ലാംഗ്വേജ് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിക്ചർ സഹിതം കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പിക്ചർ നോക്കി ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും നമ്മളിപ്പോൾ എവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഹോട്ടലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഹോട്ടലിലായിരിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്ന ഏതെങ്കിലും പ്ലേസ് നമുക്ക് പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മിക്കവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹോട്ടലിനെ ആയിരിക്കും. അപ്പം നമുക്ക് ഇത് എക്സ്ട്രാ പ്രൈവസിക്കും സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂവബിളാണ് സംഭവം. ഇത് മൂവബിളാണ്. ഇതിങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇത് ഡോറിൽ എങ്ങനെയാണ് ഇതിങ്ങനെ ഇരുന്നോളും, സേഫായിട്ട് ഇരുന്നോളും. ഡോറ് പുറത്തുനിന്ന് ഇപ്പോൾ ഹോട്ടലൊക്കെ റൂം എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്തോ ഒരു സേഫാണ് ഹോട്ടലിൽ നിന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് നമ്മൾക്ക് വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഈ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫുള്ള് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതൊക്കെ ഇതിനകത്തുകൊണ്ട് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ പിക്ചർ സൈഡ് നിങ്ങൾക്കത് ഡോറിലൊക്കെ ഇത് ഘടിപ്പിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് അതുപോലെ തന്നെ ഒരു ലൈറ്റാണ്. ഇതും സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കീ ചെയിൻ ലൈറ്റ്. ഇത് നമ്മൾ സേഫ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഇതിന് എല്ലാത്തിൻ്റെയും കൂടെ ലീഫ്ലെറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ എങ്ങനെ ചാർജ് ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു ഇതാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചാർജറും ഉണ്ട്, നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഉണ്ടോ ഇവിടെ നമുക്കിത്
കീ ചെയിനായിട്ട് ഇതിനകത്ത് കീ ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇതായിട്ട് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ ചിലവർ യൂസ് ചെയ്യുന്നത് മൊബൈൽ ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അല്ലാത്ത ടോർച്ചുകളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ ലൈറ്റാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. അത് മാത്രമല്ല അത്രയും ബ്രൈറ്റ് ലൈറ്റാണ് മൊബൈലിൽ നിന്ന് നമുക്ക് പറയാം. മൊബൈൽ അത്ര ബ്രൈറ്റ് ലൈറ്റല്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് 3 രീതിയിൽ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു ബട്ടൺ ഉണ്ട്, ഇവിടെ ഒരു സൈഡിലൊരു ബട്ടൺ ഉണ്ട്, അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കും. 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ പകൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും മനസ്സിലാകത്തില്ല, പക്ഷേ നൈറ്റ് ടൈമിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് ലൈറ്റാണ്. നൈറ്റ് ടൈമിലൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റാണിത്. നടുക്ക് വയ്ക്കുമ്പോൾ ഇതിനോട് ലൈറ്റ് ഡിമ്മാവും. പിന്നെ എൻഡ് ആക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ശരിക്കും നല്ല ബ്രൈറ്റാണ്. പക്ഷേ ഈ പകൽ വെട്ടത്തിൽ കാണുമ്പോൾ അത്രയും മനസ്സിലാവത്തില്ല. രാത്രി കണ്ടാൽ മാത്രമേ അത്ര ഇത് മനസ്സിലാവത്തുള്ളൂ. ഇത്രയാണ് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ സാധാരണ എല്ലാവരും കൊണ്ടു നടക്കുന്ന പെപ്പർ സ്പ്രേ ഒക്കെയാണ്. പണ്ടൊക്കെ കൂടുതലും എല്ലാവരും പെപ്പർ സ്പ്രേ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്നൊന്നും ഇത്രയും ടെക്നോളജീസ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ഇപ്പം മോസ്റ്റ് ഓഫ് ആൾക്കാരും പെപ്പർ സ്പ്രേ അല്ലാണ്ട് ഇതുപോലത്തെ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ ഒന്ന് ഇത് ഒരു നമ്മുടെ ഡാറ്റ കേബിളൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ എവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ, നമ്മുടെ ഹാൻഡ് ബാഗിലാണ് ലേഡീസ് മിക്കതും ഇടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചിലവർ മേക്കപ്പ് പ്രൊഡക്ട്സ്, പെർഫ്യൂംസ്, അതുപോലെ ഈ ഡേറ്റ കേബിളുകൾ, മൊബൈൽ ഫോൺ, ഇപ്പോൾ 2 മൊബൈൽ ഫോൺ ഉണ്ടാകും, മൊബൈൽ ഫോണ്, അതുപോലെ നമ്മുടെ പവർ ബാങ്ക്, പിന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എല്ലാം നമ്മൾ ബാഗിൻ്റെ അകത്തായിരിക്കും ഇടുന്നത്. പെട്ടെന്ന് എവിടെ നമ്മൾ ഫ്ലൈറ്റ് വെച്ചൊക്കെ ഫോൺ ചാർജ് ചെയ്യാൻ നോക്കി ഇതെല്ലാം കൂടെ തപ്പിയെടുക്കി കേബിളൊക്കെ കെട്ടുകൂടിയായിരിക്കും കിടക്കുന്നത്. കെട്ടഴിച്ച് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു കേസാണിത്. ഡേറ്റ കേബിളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു കേസ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാർജറൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചാർജ് നമ്മൾ ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് കൊണ്ടെടുക്കാം. നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബാഗിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ചാർജ് കെട്ടി ഒഴിഞ്ഞ് കിടക്കുക അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഇതും ഒരു ഡേറ്റ കേബിൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതാണ് പ്രൊഡക്റ്റ്. ഡേറ്റ കേബിൾ ഓർഗനൈസർ ആണ് ഇത് നമുക്കുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഈ സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ഉണ്ടോ, പിൻ ചെയ്തിങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് ഇതിനകത്ത് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണിത്. പിന്നെ ഇത് നമ്മുടെ ചാർജറൊക്കെ, നമ്മുടെ ഈ ചാർജർ മിക്കവരുടെ ശ്രദ്ധിച്ചറിയാം, ഇതിൻ്റെ അറ്റം, ഈ ചാർജറുടെ അറ്റം ഇങ്ങനെ പയ്യെ പോയി മൊത്തം പോയി കിടക്കുന്നത്, മൊത്തം ഇങ്ങനെ എന്താ പറയുക, മൊത്തം പോകുന്ന ചിലരുടെ ഈ ചാർജറിൻ്റെ അറ്റമൊക്കെ ഫുള്ളായിട്ട് പോകാറുണ്ട്. മുറിഞ്ഞു വന്ന് ചിലപ്പോൾ അത് മുറിഞ്ഞു പോകാറുണ്ട്. പയ്യെ മുറിഞ്ഞു വന്നത് ഫുള്ളായിട്ട് അങ്ങനെ മുറിഞ്ഞു പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചാർജർ അങ്ങനെ യൂസ് ചെയ്ത് പോയിട്ടുണ്ടോ, ഇതിങ്ങനെ പോയതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇത് മേടിച്ചത് ഉപയോഗിച്ചത്. ഇത് അതിന് മുമ്പ് ഉള്ളതാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതാണ്. ഇത് മൊത്തം പോയി. ഇങ്ങനെ വരും ചില ചാർജേഴ്സ്. അപ്പം ഞാൻ ഇത് വന്നതിന് ശേഷമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നേരത്തെ യൂസ് ചെയ്തായിരുന്നു ഇത് പോകത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു സേഫ്റ്റി, അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സംഭവം. ഇതിൻ്റെ എല്ലാം പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ് ഇത്. ഡേറ്റ കേബിൾ കേസാണിത്. ഡേറ്റ കേബിൾ മാത്രമല്ല, നമുക്കിതിൽ പലതും വെക്കാനായിട്ട് സാധിക്കും. ഡേറ്റ കേബിൾ മാത്രമല്ല ഇതിനകത്ത് വെക്കുന്നത്, ഇതൊരു കേസാണിത്, ട്രാവൽ കേസാണിത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് കുറേ പ്രോഡക്റ്റ്സ് ഇതിനകത്ത് വെക്കാം. ഞാൻ ഇതിനകത്ത് പെൻ ഡ്രൈവും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ 2 ഇതാണുള്ളത്, കമ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. ഇതിൻ്റെ അകത്ത് ഞാൻ പവർ ബാങ്കും പിന്നെ പെൻ ഡ്രൈവും ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് വെക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം സാധനങ്ങൾ നിങ്ങൾക്ക് അത് പുറത്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാം. ഇപ്പോൾ ചിലർ ഹാൻഡ് ബാഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇടുന്നു. അതുപോലെ തന്നെ
പവർ ബാങ്ക് ഇടുന്നു, പിന്നെ ഒരു ആവശ്യത്തിന് പെട്ടെന്ന് അതിൻ്റെ അകത്തോട്ട് തപ്പണം. ഇതാകുമ്പോൾ ഇതെല്ലാം കൂടെ ഓർഗനൈസ് ഇതിനകത്ത് വെക്കേണ്ട സാധിക്കും. അതായത് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ടോയ്ലറ്റ് സീറ്റ് കവർ. കാരണം മിക്കവർക്കും വേറൊരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ, നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ ഫ്ലൈറ്റിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ റൂം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലൊക്കെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ മിക്കവർക്കും അവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല, ആർക്കും തന്നെ ഇഷ്ടമല്ല ഔട്ട് സൈഡിൽ ചെല്ലുമ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോയ്ലറ്റ് സീറ്റ് കവർ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പകരമായിട്ട്. പിന്നെ ഉള്ളത് ഇതൊരു മെഡിസിൻ ബാഗാണ്. ഇത് കുറച്ച് ചെറുതാണ്, ഇതിനേക്കാളും കുറച്ചും കൂടെ വലുത് മേടിക്കാൻ കിട്ടും. പക്ഷേ എനിക്ക് ഇത് ധാരാളമാണ്. നമ്മളിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി പ്രൊഡക്ട്സ് ഒന്നും നമ്മൾ മെഡിസിൻസ് കൊണ്ടുപോകുന്നു. നമ്മൾ ജസ്റ്റ് ഒരു ഫീവർ വന്നാൽ കഴിക്കാൻ പാരസിറ്റാമോൾ, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ്, അല്ലെങ്കിൽ നമ്മളൊരു കഫിനുള്ളത്, കോൾഡിനുള്ളത്, ഫ്ലൂ വന്നാൽ ഉള്ളത്, അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു നമുക്കിപ്പോൾ ചിലവർക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ നോസിയുടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള മെഡിസിനൊക്കെ ആയിരിക്കും നമ്മൾ കരുതുള്ളൂ. അപ്പോൾ അതിന് മാത്രം മെഡിസിൻ നമ്മൾ ഒരിക്കലും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അത്യാവശ്യം മെഡിസിൻ കഴിക്കാനായിട്ട് അത്യാവശ്യം മെഡിസിനൊക്കെ ഇതിനകത്തോട്ട് വയ്ക്കാനായിട്ട് പറ്റും. ഇതിവിടെയും വയ്ക്കാം, ഇവിടെ ഒരു 2 കമ്പാർട്ട്മെൻറ്റുണ്ട്, അതിനകത്തും വയ്ക്കാം. നിങ്ങൾക്ക് ഇത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടി വലുതും വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഉള്ളത് ടോയ്ലറ്ററി ബാഗാണ്. ഇതും എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്ന ഒന്നാണ് ടോയ്ലറ്ററി ബാഗ് എന്ന് പറഞ്ഞാൽ. വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മുടെ ബ്രഷ്, അതുപോലെ തന്നെ പേസ്റ്റ്, പിന്നെ നമ്മുടെ ഷാംപൂ, അതുപോലെ ഫേസ് വാഷ്, അങ്ങനത്തെ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ, കണ്ടീഷണർ, അങ്ങനെ നമ്മൾ ടോയ്ലറ്ററി ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതൊരു ഹാങ്ങിങ് ടോയ്ലറ്ററി ബാഗാണ്. നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബ്രഷുകൾ, അതുപോലെ പേസ്റ്റ്, ഇവിടെ എല്ലാം ഒത്തിരി കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ജസ്റ്റ് ബ്രഷൊക്കെ വയ്ക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള ഐറ്റംസ്, ഷാംപൂസും അങ്ങനെ ഇതൊക്കെ വെക്കാനായിട്ട് സാധിക്കും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. ഇതെല്ലാം വെക്കാനായിട്ടുള്ള സൗകര്യം, ഇതെല്ലാം വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും ട്രാവൽ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഒന്നാണ്. ട്രാവൽ ടോയ്ലറ്ററി ബാഗാണിത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബോട്ടിൽസ്, ഇത് കുറേ ഉണ്ടായിരുന്നു, എല്ലാം കളഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടീഷണർ അങ്ങനത്തെയൊക്കെ നമ്മൾ ഒത്തിരി ഒന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചുകൊണ്ടോ. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് വാഷൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കുറച്ചായിട്ട് നമുക്ക് ഒഴിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരാഴ്ചയൊക്കെ ട്രാവൽ ചെയ്യുന്നപ്പോൾ നമ്മൾ ഒത്തിരി ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമുക്കൊരു ജസ്റ്റ് സ്വല്പം ഫേസ് വാഷ് മതി. അപ്പം നമുക്ക് അതിനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ വേറെ ഒരെന്നാണ് ഇത് സോപ്പ് പേപ്പർ എന്ന് പറയുന്നത്, പെറ്റൽ സോപ്പ് പേപ്പർ. ഇപ്പം നമ്മൾ എവിടെ ചെന്നാലും ഹോട്ടലിലൊക്കെ ചെന്നാലും നമുക്ക് ഹാൻഡ് വാഷ് സോപ്പുകളൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ, നമ്മളിപ്പോൾ വേറെ ചില ഏരിയകളൊക്കെ ചെന്ന്, നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ അവിടെയൊക്കെ നമ്മൾ അങ്ങനത്തെ ഏരിയസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ എവിടെ അല്ലെങ്കിൽ നമ്മൾ എന്തിനൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് ചില ഏരിയസിൽ വെള്ളമല്ല സോപ്പൊന്നും കിട്ടത്തില്ലായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പെറ്റൽ സോപ്പ് പേപ്പർ. ഇതും വളരെ ഹെൽപ്ഫുള്ളാണ്, ക്യാരി ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എനിക്കിപ്പോൾ പല ഹാൻഡ് വാഷുകൾ അലർജിയാണ്. അപ്പോൾ ചിലവർക്ക് ഹാൻഡ് വാഷ് അലർജി ഉള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തരുന്ന ഹാൻഡ് വാഷ് ആയിരിക്കാം, സോപ്പായിരിക്കും. അപ്പോൾ അവിടുത്തെ നമുക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അലർജി ഉള്ളവർക്ക്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ എനിക്കിത് അലർജി ഇല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പോൾ ഹാൻഡ് വാഷൊക്കെ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഇത് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ക്യാരി ചെയ്ത് വാങ്ങാനായിട്ട് സാധിക്കും. പിന്നെ ഉള്ളത്, ഇത് ഞാനൊരു മേക്കപ്പ് ബാഗ് വാങ്ങിച്ചാണ്. കണ്ടപ്പോൾ ഇത് വലുതാണോർത്താണ് വാങ്ങിച്ചത്, പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വലിയ വലിപ്പമൊന്നുമില്ല, ചെറുതാണ്. ഇതിനകത്ത് ജസ്റ്റ് വല്ലോ മേക്കപ്പ് ബ്രഷോ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു, ഇതുകൊണ്ട് വലിയ യൂസൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ബാഗാണ്. ഇത് വളരെ അധികം മേക്കപ്പ് ഐറ്റംസ് കൊള്ളുന്ന ഒരു മേക്കപ്പ് ബാഗാണ് ഇത്. ഇപ്പം ഇങ്ങനെയാണിത് ഇരിക്കുന്നത്. ഇതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ആയിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെക്കും. ഇപ്പം മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇവിടെ ഇരിക്കുന്നില്ല, അതുകൊണ്ട് നമുക്കിപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇത് തൽക്കാലം ഇതൊക്കെ വെക്കുന്നതാണ്, മേക്കപ്പ് ഐറ്റംസ് ഇത് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ കൂടെ ഈ ബാഗിലോട്ട് വെക്കുക. എന്തെങ്കിലും കുറേ സാധനങ്ങൾ ബാഗിലോട്ട് വെക്കുക. എന്നിട്ട് ഈ സ്ട്രിങ് പുള്ള് ചെയ്യുക. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, പുള്ള് ചെയ്യുമ്പോൾ അത് ഇങ്ങനത്തെ രീതി വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, കണ്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആദ്യം ഇരുന്നതിനേക്കാൾ വളരെ വ്യത്യസ്ത ഈ രീതിയിലായി. എന്നിട്ട് ഇത് നിങ്ങൾ നല്ല വൃത്തിയിൽ ട്രൈ ചെയ്ത് വെക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക.
ഇതിപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ എത്ര വേണമെങ്കിലും ഇതിനകത്ത് കൊള്ളും, എത്ര പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഇതിനകത്ത് കൊള്ളുന്നതാണ്. അത് ഇത്ര ഉള്ളത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ സേഫ്റ്റി പ്രൊഡക്ട്സും ഇതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ പ്രൊഡക്ട്സും പരിചയപ്പെടുത്താനായിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്